അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് പേര് ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. മറ്റ് പല വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വെച്ച പണം മാറ്റി വെച്ചവരുണ്ട്. സ്വന്തം സഹോദരിൻ്റെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയിട്ടവരുണ്ട്. അങ്ങനത്തെ പല രീതിയിലും ഒരുപാട് മനുഷ്യരും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ് കൂടുതലും ഇതിൽ ചെന്ന് പാടുന്നത്. മനസ്സിലായില്ലേ? എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പോൾ ലാസ്റ്റുള്ള ഒരു കാര്യത്തിൽ ഞാൻ പെട്ടിട്ടില്ല. അതിനോട് നോ എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്തോ ഒരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയാണ്. ഉടൻ തന്നെ ഞാൻ എൻ്റെ ഒരു ആത്മസുഹൃത്തിനെ, അവരറിയുന്നൊരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. പല പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ടൊരു മനുഷ്യനാണത്. അവനിങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകളുമായി വരും, എന്നിട്ട് ആ പ്രൊജക്റ്റൊന്നും ഇവിടെ എത്താതാവും, അതിൽ കുറേ പണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. നോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തിൽ പറയാൻ പറ്റി. മനസ്സിലായില്ലേ? നമ്മളെ സൈക്കോളജിയിലൊരു